മാഡത്തെ തോൽപ്പിക്കാൻ ആ പ്രഭാവതി നോക്കിയ തിരിച്ചങ്ങോട്ടൊരു മുട്ടം പണി കൊടുക്കണ്ടേ? ഈ പ്രഭാവതി ആരാ VDF-നോട് കളിക്കാൻ? ഈ ത്യാഗരാജൻ ആരാന്നുള്ളത് പ്രഭാവതിക്ക് അറിയില്ല. CP കുത്തുവാക്ക് പറഞ്ഞപ്പോഴേ ഞാൻ കുറിച്ചതാ, മാഡത്തിന്റെ വിഷമം ഞാൻ മാറ്റുമെന്ന്. കൃത്യമായ ആളുകളെ സെറ്റ് ചെയ്ത് അയച്ചത് ഞാനാ. മാഡം, ഒരു 3 മാസമെങ്കിലും കട്ടിലിൽ നിന്ന് എണീക്കാത്ത തരത്തിൽ കിടത്തണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് പറ്റിയില്ല. മാഡം, ഈ രീതിയിലാണോ താൻ എനിക്ക് നേട്ടം ഉണ്ടാക്കി തരാൻ പോകുന്നേ? താൻ ഇത്രയ്ക്ക് മണ്ടനാണോ? എന്താ മാഡം? എലക്ഷൻ സമയത്ത് ഒരു സ്ഥാനാർത്ഥിക്ക് തല്ല് കിട്ടിയ അത് സഹതാപം ഉണ്ടാക്കില്ലേ? VDF-ന് വോട്ട് ചെയ്യാനിരുന്ന കുറെ പേരെങ്കിലും KDF-ന് വോട്ട് ചെയ്യും. മാഡം, അത് സോറി. പ്രഭാവതി സ്ഥാനാർത്ഥിയായി നമ്മളെങ്ങാനും തോൽപ്പിക്കുമെന്നൊരു തോന്നലായിരുന്നു എനിക്ക്. അത് തോന്നലല്ല, സത്യമാണ്. അത് ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യാം. കാര്യങ്ങൾ ത്യാഗരാജൻ കൊളവാക്കി. ഒറ്റ ദിവസം കൊണ്ട് പ്രഭാവതിക്ക് കിട്ടിയ മീഡിയ അറ്റൻഷൻ കണ്ടില്ലേ? അത് മാത്രല്ല, VDF-ന്റെ ഓരോ ആളുകളും സംശയത്തിന്റെ നിഴലിലായിരിക്കും. കേസ് സജീവമായ മൊത്തം കുഴയും. സോറി മാഡം, പറ്റിപ്പോയി. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇത്തരത്തിലൊരു നീക്കവും പാടില്ല. ഇല്ല ഇല്ല, ഉറപ്പ്. സോറി. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ? എന്താ അമ്മ മത്സരിക്കണ്ട അമ്മേ. പാർട്ടിക്കാരെ വിളിച്ച് പറയണം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം തമ്മിലടിച്ചില്ലാതാവും. ഞാൻ പിന്മാറില്ല. മത്സരിക്കാൻ ഒരു താല്പര്യവും ഇല്ലാത്തവളായിരുന്നു ഞാൻ. എനിക്ക് ഇങ്ങോട്ട് സീറ്റ് കിട്ടിയിട്ടും നിഷേധിച്ചതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയി വാങ്ങിയെടുത്തതാണ് ഈ സ്ഥാനാർത്ഥിത്വം. മാറുന്ന പ്രശ്നമേ ഇല്ല. ജയിക്കാനാ മത്സരിക്കുന്നത്. പിന്നെ എന്റെ നേരെ ഉണ്ടായ ഈ ആക്രമണം ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. പാർട്ടിയുമായിട്ട് ആലോചിച്ച് കേസ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. ആരാന്ന് നോക്കി. ചന്ദ്രമതി ആന്റിയാ? ആ, എടുക്ക. ചന്ദ്രമതി. പ്രഭേ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ചന്ദ്രമതി. ന്യൂസ് കേട്ട് ഞാനാകെ ഷോക്കായി പോയി. വിഷമിക്കാതെ. ഇതൊക്കെ മുന്നിൽ കണ്ടു തന്നെയാ ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. ചിലപ്പോ ശത്രുക്കൾ എന്നെ കൊല്ലുക തന്നെ ചെയ്തേക്കാം. പക്ഷെ ഞാൻ കീഴടങ്ങില്ല, തോൽക്കുകയില്ല. പ്രഭേ, ആരാ ഇതിന്റെ പിന്നിലെന്ന് സൂചന വല്ലതും കിട്ടിയോ? KDF സ്ഥാനാർത്ഥിക്ക് ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്നത് ആരായിരിക്കും? VDF-കാർ. അവര് തന്നെയാ ചെയ്തത്. ഒരിക്കലുമല്ല. നമ്മുടെയൊക്കെ പാർട്ടിയല്ലേ പ്രഭേ അത്? ബലരാമന്റെയും സിദ്ധുവിന്റെയും പാർട്ടി എന്ന് പറയുമ്പോ അത് എന്റെയും നിന്റെയൊക്കെ അല്ലേ? ആ പാർട്ടിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയില്ലേ? അറിയാം, വ്യക്തമായിട്ടറിയാം. മുൻപ് മീര പ്രശ്നത്തിൽ തെളിവും സാക്ഷിയും ഒക്കെ കിട്ടുന്നതിന് മുൻപ് തന്നെ സിദ്ധാർത്ഥനെ കുറ്റവാളിയാക്കിയ പാർട്ടിയല്ലേ? സിദ്ധാർത്ഥനെ സ്വന്തം അനുയായികളെ കൊണ്ട് തന്നെ കല്ലെറിയിപ്പിച്ച പാർട്ടിയല്ലേ? ആദ്യം സിദ്ധാർത്ഥനെ MLA ആക്കണമെന്ന് തീരുമാനിച്ചിട്ട് അവസാനം സിദ്ധാർത്ഥന് സീറ്റ് നിഷേധിച്ച പാർട്ടിയല്ലേ? അതുകൊണ്ട് പാർട്ടിയുടെ മഹത്വം ഒന്നും പറയണ്ട. VDF-നെ വെള്ളപൂശണ്ട.
ഒരു പാർട്ടി. വേറെ ഏത് പാർട്ടിയെയും പോലെ ഒരു പാർട്ടി.